വെൽക്കം ടു MS ക്ലാസ്സസ്. നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ 1857 റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. റെവല്യൂഷനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് വ്യക്തി, ഹീറോ ഓഫ് 1857 എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന റാണി ലക്ഷ്മിബായിയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ ഫാക്ട്സും കൂടി ഉണ്ട്. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റാണി ലക്ഷ്മിബായി ജനിച്ച സ്ഥലം ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇൻ വാരണാസി. ഉത്തർപ്രദേശിന്റെ അകത്ത് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് പ്ലേസ് ആണ് വാരണാസി എന്ന് പറയുന്നത്. അവിടെയാണ് ആര് ജനിച്ചിട്ടുള്ള? റാണി ലക്ഷ്മിബായി ജനിച്ചിട്ടുള്ള. റാണി ലക്ഷ്മിബായിയുടെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് മണികർണിക എന്നായിരുന്നു. ഈ പേരിൽ ഫിലിമൊക്കെ വന്നിട്ടുണ്ട്. റാണി ലക്ഷ്മിബായിയുടെ ലൈഫ് സ്റ്റോറി പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ഫിലിമാണിത്. ഇപ്പൊ നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ഫിലിമാണ്. നാഷണൽ ബെസ്റ്റ് മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ഫിലിം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെ റാണി ലക്ഷ്മിബായിയുടെ ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞാൽ മണികർണിക എന്നാണ് പേര്. മറ്റു പേരും കൂടി ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് മനുബായ് എന്നറിയപ്പെടുമായിരുന്നു. അതേപോലെ ലക്ഷ്മിബായ് എന്ന് വിളിക്കും. ഏറ്റവും ഫേമസ് ആയിട്ട് റാണി ലക്ഷ്മിബായ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഒറിജിനൽ നെയിം മണികർണിക എന്നും വീട്ടിൽ വിളിക്കുന്ന പേര് മനുബായ് എന്നാണ്. 3 പേര് മാറ്റിയും തിരിച്ചും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി റാണി ലക്ഷ്മിബായിയുടെ ഹസ്ബൻഡിന്റെ പേര് ഗംഗാധർ റാവു എന്നാണ്. ഹസ്ബൻഡ് ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഗംഗാധർ റാവു എന്നാണ്, രാജാവായിരുന്നു. അപ്പൊ ഈ ഗംഗാധർ റാവുവിനും റാണി ലക്ഷ്മിബായിക്കും സ്വന്തമായിട്ട് ഒരു മകനോ മകളോ ഇല്ലായിരുന്നു. ബിക്കോസ് അങ്ങനെ ആവുന്ന മുമ്പ് എന്ത് സംഭവിച്ചു? ഗംഗാധർ റാവു മരണപ്പെട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ റാണി ലക്ഷ്മിബായിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഒരു പുത്രനെ ദത്തെടുക്കേണ്ടി വന്നു. പക്ഷെ പുത്രനെ ദത്തെടുത്ത് വന്നിട്ട് അടുത്ത രാജാവ് പുത്രനായ മകനായി മാറുന്ന മുമ്പ് തന്നെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഡോക്ടറിൻ ഓഫ് ലാബ്സ് പ്രകാരം ഝാൻസി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് സ്വന്തമാണെന്ന് പറഞ്ഞ് ഝാൻസി സ്വന്തമാക്കാൻ വന്നു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? റാണി ലക്ഷ്മിബായ് റവല്യൂഷൻ വളരെ കുഞ്ഞൊരു കുട്ടിയെ കൊണ്ടിട്ട് തോളിൽ കെട്ടിവെച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. റാണി ലക്ഷ്മിബായിയുടെ 3 കുതിരകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ പേര് കേട്ട കുറച്ച് ഇമ്പോർട്ടന്റ് കുതിരകൾ, ഹോർസസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. യുദ്ധത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മൃഗം ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഹോർസ് ആണ്. അപ്പൊ റാണി ലക്ഷ്മിബായിയുടെ കുതിരകളുടെ പേര് മാറ്റി മാറ്റി ചോദിച്ചിട്ടുണ്ട്. ആ കുതിരകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ പേരുകളാണ് സാരംഗി, പവൻ, ബാദൽ എന്ന് പറയും. സാരംഗി എന്ന് പറയുമ്പോൾ മഴവില്ലാണ്, പവൻ എന്ന് പറയുമ്പോൾ കാറ്റാണ്, ബാദൽ എന്ന് പറയുമ്പോൾ മേഘങ്ങളാണ്. ഈ 3 എന്തെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 3 കുതിരകൾ, സാരംഗി, പവൻ, ബാദൽ എന്ന് പറയും. ഇനി റാണി ലക്ഷ്മിബായി അറിയപ്പെടുന്ന ജുവാൻ ഓഫ് ആർക്ക് ഓഫ് 1857. ഞാൻ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിരുന്നത് എന്താണ് ജുവാൻ ഓഫ് ആർക്ക് ഓഫ് 1857 എന്ന് പറയുമ്പോൾ ഫ്രാൻസിൽ 100 വർഷം നടന്ന ഒരു യുദ്ധം ഉണ്ടായിരുന്നു. 100 years ഓഫ് വാർ എന്ന് പറയും. ആ 100 years ഓഫ് വാറിൽ ഒരു മകൾ, ജുവാൻ എന്ന് പറയുന്ന മകൾ, സ്വന്തം അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം ആ സ്ഥലത്ത് നിന്ന് യുദ്ധം ചെയ്യും. ഈ 100 വർഷം എന്ന് പറയുന്ന ഒരു വലിയ യുദ്ധമാണ് ഫ്രാൻസിൽ നടന്ന. അതിൽ കുറച്ചു കാലം ഈ പെൺകുട്ടി എന്നിട്ട് യുദ്ധം ചെയ്യും. അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ധീര വനിതയായിരുന്നു ജുവാൻ എന്ന്. അതുമായിട്ടാണ് ആരെ കമ്പയർ ചെയ്യുന്നത്? റാണി ലക്ഷ്മിബായിയെ കമ്പയർ ചെയ്തിട്ടുള്ളത്. റാണി ലക്ഷ്മിബായി ആരെ കയ്യിൽ നിന്നാണ് മരണപ്പെട്ടതെന്ന് വെച്ചാൽ സർ ഹ്യൂഗ് റോസ് എന്ന് പറയുന്ന പട്ടാളക്കാരനാണ് ആക്രമിച്ചത് റാണി ലക്ഷ്മിബായി. പിന്നിലൂടെ വെടിവെച്ച് വീഴ്ത്തുകയാണ് ചെയ്തത്. അത് മുന്നിൽ നിന്ന് പോലും ആക്രമിച്ചിട്ടില്ല. ഒരു സ്ത്രീ ആയിട്ട് പോലും നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം അവർക്ക് പറ്റണില്ലായിരുന്നു. അത്രയ്ക്കും സ്ട്രോങ് ആയിരുന്നു റാണി ലക്ഷ്മിബായി എന്ന്. അങ്ങനെ ഹ്യൂഗ്രോസ് എന്ന് പറയുന്ന പട്ടാളക്കാരന്റെ കയ്യിൽ നിന്നാണ് ആര് മരിക്കുന്നത്? റാണി ലക്ഷ്മിബായി മരിക്കുന്നത്. മരണശേഷം ഹ്യൂഗ്രോസ് പറഞ്ഞത്, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ധീരയായ ഒരു പോരാളിയായിരുന്നു ആരെന്ന് പറയുന്നത് റാണി ലക്ഷ്മിബായി. ഈ 1857 റിവോൾട്ടിലെ മോസ്റ്റ് ബ്രേവസ്റ്റ് ആൻഡ് ദ സ്മാർട്ടസ്റ്റ് സോൾജർ എന്ന് അറിയപ്പെടുന്ന ആരെന്ന് വെച്ചാൽ റാണി ലക്ഷ്മിബായി. ആ പേരിട്ട് കൊടുത്തത് കൊന്ന ഹ്യൂഗ്രോസ് തന്നെ. ഇനി റാണി ലക്ഷ്മിബായിയുടെ സ്റ്റാച്യു, പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ആഗ്രയിലാണ്. UP-യിൽ വരുന്ന ആഗ്രയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇപ്പൊ ഡൽഹിയിലും പറയുന്നത് പണ്ടുകാലത്ത് UP-യുടെ ഭാഗമായിരുന്ന ആഗ്രയാണ് എന്തെന്ന് പറയുന്ന സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്. ഇനി ഹ്യൂഗ്രോസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ജനറൽ ഹ്യൂഗ്രോസ് ഡിസ്ക്രൈബ്ഡ് റാണി ലക്ഷ്മിബായ് ആസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഓഫ് ഓൾ ലീഡേഴ്സ്. മോസ്റ്റ് ഡേഞ്ചറസ് ഓഫ് ഓൾ ലീഡേഴ്സ് എന്നും അതുപോലെ പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ദ സ്മാർട്ടസ്റ്റ് ആൻഡ് ദ ബ്രേവസ്റ്റ് soldier among the rebels. യുദ്ധം ചെയ്തിട്ടുള്ളവരിൽ നിന്ന് ഏറ്റവും സ്മാർട്ടസ്റ്റും ഏറ്റവും ബ്രേവസ്റ്റ് ആയിട്ടുള്ള പോരാളിയായിരുന്ന ഏറ്റവും സോൾജർ ആയിരുന്ന ആരെന്ന് പറയുന്നത് റാണി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. ഇത് പറഞ്ഞതും ആര് തന്നെ എന്ന് വെച്ചാൽ സർ ഹ്യൂഗ്രോസ് അല്ലെങ്കിൽ ജനറൽ ഹ്യൂഗ്രോസ് തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് കൂടുതലും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റ് ഇന്നേ വരെ ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല ഞാൻ.
ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് തന്നെ നോട്ട് ചെയ്യാതെ എന്നിട്ട് ഇത് എഴുതിക്കോളാം, ദ മോസ്റ്റ് ഡേഞ്ചറസ് ഓഫ് ഓൾ ഇന്ത്യൻ ലീഡേഴ്സ്. എന്നാൽ നെഹ്റുവിന്റെ ബുക്കുണ്ട്, ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ഇരുണ്ട ബാക്ക്ഗ്രൗണ്ടിലെ തിളങ്ങുന്ന നക്ഷത്രം എന്നാണ് ആരെ പറഞ്ഞത്? റാണി ലക്ഷ്മിഭായ് പറഞ്ഞത്. ആ ബുക്കിന്റെ പേര് ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്നാണ്. ആ ബുക്കിൽ പറയുന്നത് ദ ബ്രൈറ്റ് സ്പോട്ട് ഓൺ ദ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ബ്രൈറ്റ് സ്പോട്ടാണ് ആരെന്ന് പറയുന്നത്? റാണി ലക്ഷ്മിഭായ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞത് ആരെന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ബുക്കിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി റാണി ലക്ഷ്മിഭായിയുടെ പേരിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അത് പലയിടത്തായിട്ടുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യത്തെയാണ് ലക്ഷ്മിഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. റാണി ലക്ഷ്മിഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയെന്ന് ചോദ്യം ശ്രദ്ധിച്ചോണം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ ലക്ഷ്മിഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇൻ ഗ്വാളിയർ. ഗ്വാളിയറിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. എന്നാൽ ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഇത് കോളേജ് ആണ്. ദിസ് ഇസ് LNCP എന്നൊക്കെ നമ്മൾ വിളിക്കും. തിരുവനന്തപുരം കാര്യവട്ടത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതെന്ന് പറയുന്നത്? ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാര്യവട്ടം ഒന്നും SSC അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് അങ്ങനെ ചോദിക്കാറില്ല. അത് ചോദിക്കുന്നത് ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ലക്ഷ്മിഭായ് മറൈൻ നാഷണൽ പാർക്ക്, ദേശീയോദ്യാനം, ലക്ഷ്മിഭായ് മറൈൻ നാഷണൽ പാർക്ക് എന്ന് പറയും. അതെവിടെയെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ലക്ഷ്മിഭായ് മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. ഇനി ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു ആർമി ഉണ്ടായിരുന്നു. പണ്ട് ഇന്ത്യൻ ആർമി ആയിട്ട് അത് പിന്നെ മാറി. എന്നാൽ ആദ്യം ഉണ്ടായിരുന്നതിന്റെ ഫോം ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയും. ആ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ റെജിമെന്റ്, വുമൻ റെജിമെന്റിന്റെ പേര് എന്തായിരുന്നു എന്ന് വെച്ചാൽ ദാറ്റ് വാസ് ഝാൻസി റാണി റെജിമെന്റ് എന്ന് പറയും. ഇന്ത്യൻ നാഷണൽ ആർമി, അതാണ് ഈ INA എഴുതിയിട്ടുള്ളത്. ഈ INA ഇപ്പൊ ഇന്ത്യൻ ആർമി ആയിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ വനിതാ റിങ്ങിന്റെ പേരെന്തായിരുന്നു എന്ന് വെച്ചാൽ ഝാൻസി റെജിമെന്റ് എന്നായിരുന്നു എന്റെ പേരെന്ന് പറയുന്നത്. റാണി ലക്ഷ്മിഭായ് വെടിയേറ്റ് വീഴുന്ന് മരിക്കുന്നത് എന്നെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഓൺ 18th June 1858. 18th June 1858 മരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് മറ്റൊരു ഡേറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആര് മരിച്ചത്? 8th April 1857 മംഗൾ പാണ്ഡെ മരിച്ചത്. ഇത് 18th June 1858 ആര് മരിക്കുന്നത്? ഝാൻസി റാണി. ഞാൻ പറഞ്ഞു 3 വ്യക്തികളെ ബന്ധപ്പെട്ട് 3 ഡേറ്റ് വരുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ ഡേറ്റ് ആണ് ഈ പഠിച്ചിട്ടുള്ളത്. ഇനി ഒരു ഡേറ്റും കൂടി പഠിച്ചാൽ വേറെ ഒരു ഡേറ്റ്സും ഇതിന്റെ അകത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട അല്ല. റിവോൾട്ട് നമ്മൾ പഠിച്ചു 10 May 1857. 4 ഡേറ്റ് ആണ് ടോട്ടൽ പഠിക്കുന്നത്. ഇത്രയും കാര്യമാണ് റാണി ലക്ഷ്മിഭായിയെ കുറിച്ച് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം, ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചാൽ ഗ്വാളിയാറിലും, കോളേജ് എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തുമാണ്. ഇനി നമ്മൾ പഠിക്കുന്ന ഈ ഒരു റിവോൾട്ടിനെ കുറിച്ച് ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്നതാണ് 1857 സിപ്പോയ് മ്യൂട്ടനി എന്ന് വിളിച്ചത്. ഇതൊരു സിപ്പോയ് മ്യൂട്ടനി, ഇത് പട്ടാളക്കാർ തമ്മിൽ നടന്ന ഒരു അടിയും പ്രശ്നം മാത്രമാണ്. അതാണ് സിപ്പോയ് മ്യൂട്ടനി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞത് ആരെന്ന് വെച്ചാൽ ദാറ്റ് വാസ് ജോൺ ലോറൻസ് എന്ന് പറയും. ജോൺ ലോറൻസ് എന്നൊരു വ്യക്തിയാണ് പറഞ്ഞത്. ഇത് ആൾക്കാർ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊന്നും ഇതിനെ വിളിക്കാൻ പറ്റൂല. ഇത് പട്ടാളക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരു പ്രശ്നം മാത്രമാണെന്ന് ആര് പറഞ്ഞു? ജോൺ ലോറൻസ്. ബിക്കോസ് ഇവൻ എന്ത് ചെയ്തു? ഈ മൂവ്മെന്റിനെ തരം താഴ്ത്താനാണ് എന്ത് ശ്രമിച്ചത്. ആ മൂവ്മെന്റിന് അത്ര വാല്യൂ കൊടുത്തിരുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കി. എന്നാൽ ഈ റിവോൾട്ട് ഇതാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആദ്യം നമ്മളോട് അടി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ചതും ഈ പേരാണ് ഇട്ടുകൊടുത്തത്. ആ പേര് ഇട്ടുകൊടുത്തത് ആരെന്ന് വെച്ചാൽ VD സവർക്കർ എന്ന്. VD സവർക്കർ എന്ന് കുറച്ച് കഴിഞ്ഞ് വീണ്ടും പഠിക്കാം. അഭിനവ് ഭാരത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും ഈ പേര് കേൾക്കും. ഇപ്പം ജസ്റ്റ് കേട്ട് പോവാ. VD സവർക്കർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള പേരിട്ട് കൊടുത്തത് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻസിന് വേണ്ടി ചെയ്ത യുദ്ധമായിട്ടാണ് ഇതിനെ കൂട്ടുന്നത്. ഇവന്തോ നമ്മൾ യുദ്ധം തോറ്റുപോയെങ്കിലും കംപ്ലീറ്റ് ഇവിടെ എന്താണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് ഒരു പേടി വരുന്നു. യെസ്, ഇനി ഇന്ത്യക്കാർ വന്നാൽ ഇത് പ്ലാൻ ഇല്ല, നേതാവില്ല, സൗത്ത് ഇന്ത്യ അറിഞ്ഞിട്ടില്ല, തമ്മിൽ ഒരു കണക്ടിവിറ്റി ഇല്ല, വളരെ കുറച്ച് പേരെ വെച്ചിട്ടാണ് നമുക്ക് ഈ ആഘാതം ഇവർക്ക് തരാൻ പറ്റുക. ഇതൊരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്, അവരൊക്കെ അറിയാം. പക്ഷെ അവരൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സിപ്പോയ് മ്യൂട്ടനി എന്നൊക്കെ പറഞ്ഞെന്താണ്? ബ്രിട്ടീഷുകാർ ജോൺ ലോറൻസിലൂടെ ഒതുങ്ങാനൊക്കെ നോക്കിയാണ്. അവരിനെ ബ്രിട്ടീഷേഴ്സ് ഇതിനെ ഡെവിൾസ് വിൻഡ് എന്നാണ് വിളിച്ചത്. ചെകുത്താന്റെ കാറ്റ് എന്ന് മാത്രം വിളിച്ചു. ഒരു കാറ്റ് മാത്രമാണ്, ചെകുത്താൻ കൊണ്ടുവന്ന ഒരു കാറ്റ് മാത്രമാണെന്ന് പറഞ്ഞ് ഇതിനെ തരം താഴ്ത്താൻ, അതിന്റെ വാല്യൂ കുറയ്ക്കാൻ, ഡീഗ്രേഡ് ചെയ്യാനാണ് നോക്കിയിരുന്നത്.
1857 റിവോൾട്ട് ആസ് എ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ വിദേശി ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കാൾ മാർക്സ് ആണ്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ദാറ്റ് ഈസ് വി ഡി സവർക്കറും, വിദേശി ആരെന്ന് ചോദിച്ചാൽ അത് കാൾ മാർക്സും ആയിട്ടാണ് വരുന്നത്. ഇനി ഇത് നോട്ട് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, നോട്ട് ദ നാഷണൽ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസും അല്ല, നോർ ദ നൈദർ ദ നാഷണൽ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇത് ഒന്നുമേ അല്ല. ഇതൊരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നോ ഇതൊരു നാഷണൽ ഇൻഡിപെൻഡൻസോ ഒന്നും അല്ല എന്ന് പറഞ്ഞത് R.C. മജുംദാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. R.C. മജുംദാർ ഇതിന് ഒരു വാല്യൂ കൊടുത്തിട്ടില്ല. ഇത് ഫസ്റ്റ് വാറോ അല്ല, നാഷണൽ വാറോ ഒന്നും അല്ലാത്തൊരു സംഭവമാണ് ഇത്. ഈ 1857 റിവോൾട്ട് എന്ന് പറഞ്ഞതാണ് R.C. മജുംദാർ എന്ന് പറയുന്ന വ്യക്തി. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ചെകുത്താന്റെ കാറ്റ്, ഡെവിൾസ് വിൻഡ് എന്ന് ഇതിനെ വിളിച്ചത് ബ്രിട്ടീഷേഴ്സ് ആണ്. ഇതിന് എന്തെന്ന് വിളിച്ചത്? ഡെവിൾസ് വിൻഡ്, ചെകുത്താന്റെ കാറ്റ് എന്ന് വിളിച്ചിട്ടുള്ളത്. ആണ് നോക്കുക, 1857 റിവോൾട്ട് ആസ് ദ നാഷണൽ റിവോൾട്ട്, ഇതൊരു നാഷണൽ റിവോൾട്ട് ആണെന്ന് വിളിച്ചത്. ഒരു ദേശീയ റൈസിംഗ്, റിവോൾട്ട് അല്ല, ദ നാഷണൽ റൈസിംഗ് ആണ്. നാഷണൽ റിവോൾട്ട് അല്ല, രാജ്യം ഉയർന്നെണീക്കുന്നു. ദ നാഷണൽ റൈസിംഗ് എന്ന് വിളിച്ചത് ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ബെഞ്ചമിൻ ഡിസ്രായേലിയാണ്. ബെഞ്ചമിൻ ഡിസ്രായേലിയാണ് ഇതിനെ നാഷണൽ റൈസിംഗ് എന്ന് വിളിച്ചത്. റിവോൾട്ട് അല്ല, നാഷണൽ റൈസിംഗ് എന്ന് വിളിച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ബെഞ്ചമിൻ ഡിസ്രായേലിയാണ് ഇതിനെ നാഷണൽ റൈസിംഗ് എന്ന് വിളിച്ചത്. ഇനി ആ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുകൂടി നോക്കി നോക്കിയാൽ, സിപ്പോയ് മ്യൂട്ടിനി എന്ന് വിളിച്ച ജോൺ ലോറൻസ്, ഇതൊരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണെന്ന് വിളിച്ച വീഡിയോ. ഇത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്, ബുക്സ് അല്ല. ബുക്സ് വേറെ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവില്ല. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ്, ഓരോ ആൾക്കാർ, ഇമ്പോർട്ടന്റ് ആൾക്കാർ പറഞ്ഞത്. അത് ഗവൺമെന്റ് അംഗീകരിച്ചത് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വി ഡി സവർക്കർ പറഞ്ഞത്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ വിദേശി ചോദിച്ചാൽ കാൾ മാക്സ് ആണ്. ഇതൊന്നുമല്ല എന്ന് പറഞ്ഞത് R.C. മജുംദാർ. ചെകുത്താന്റെ കാറ്റ്, ഡെവിൾസ് വിൻഡ് എന്നുള്ള ബ്രിട്ടീഷേഴ്സ് ആണ്. രാജ്യം ഉയർന്നെണീക്കുന്നു എന്ന് പറഞ്ഞത് ആരെന്ന് വെച്ചാൽ ബെഞ്ചമിൻ ഡിസ്രായേലിയാണ് പറഞ്ഞത്. ദ നാഷണൽ റൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ലാസ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവസാനമായിട്ട് ചോദിച്ചത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇതിനെ ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ബുക്സ് നോക്കാം. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഇതൊരു ബുക്കാണ്, ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നോക്കാം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത് വി ഡി സവർക്കർ. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ചെറിയ വ്യത്യാസമുള്ളൂ, ഫസ്റ്റിനെ മാറ്റി ഇന്ത്യൻ ആക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് വി ഡി സവർക്കറിന്റെ ബുക്ക് ചോദിച്ചാൽ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. 1857 ദ ഗ്രേറ്റ് റബീലിയൻ എന്ന് പറഞ്ഞത് ആരെന്ന് വെച്ചാൽ അശോക് മെഹത്തയാണ്. 1857 ദ ഗ്രേറ്റ്, നമുക്കറിയാം അശോകൻ എന്ന് പറയുന്ന ഗ്രേറ്റ് രാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. 1857 ദ ഗ്രേറ്റ് റബലിയൻ എന്നുള്ള ബുക്ക് ചെയ്തത് അശോക് മെഹത്തയാണ് എഴുതിയിട്ടുള്ളത്. അശോക് മെഹത്തയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ക്യൂൻ ഓഫ് ഝാൻസി, ഝാൻസി റാണി ലക്ഷ്മിഭായിയെ കുറിച്ച് ഒരു നോവൽ, ഇത് ബുക്കല്ല, ഇത് നോവലാണ്. ക്യൂൻ ഓഫ് ഝാൻസി എന്ന് പറഞ്ഞ നോവൽ എഴുതിയത് ആരെന്ന് വെച്ചാൽ മഹാശ്വേത ദേവി. മഹാശ്വേത ദേവിയാണ് ക്യൂൻ ഓഫ് ഝാൻസി എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത്. ഇനി സിപ്പോയ് മ്യൂട്ടിനി ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857. സിപ്പോയ് മ്യൂട്ടിനി ആൻഡ് ദ റിവോൾട്ട്, നോക്കുക, സിപ്പോയ് മ്യൂട്ടിനി എന്ന് വിളിച്ചത് ജോൺ ലോറൻസ്, എന്നാൽ സിപ്പോയ് മ്യൂട്ടിനി ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ള ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് R.C. മജുംദാർ. R.C. മജുംദാർ നമ്മൾ അവിടെയും പഠിച്ചു, ഇവിടെയും പഠിച്ചു, പേരിട്ടയിലും പഠിച്ചു, ബുക്ക് എഴുതിയാലും പഠിച്ചു. സിപ്പോയ് മ്യൂട്ടിനി എന്നും റിവോൾട്ട് ഓഫ് 1857 എന്ന് വിളിച്ചത് R.C. മജുംദാർ. എന്നാൽ ഈ എല്ലാ ബുക്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ പരീക്ഷ ചോദിച്ചിട്ടുള്ള ബുക്കാണ് 1857. വെറുതെ ബുക്കിന്റെ പേരാണ് 1857. 1857 എന്ന ബുക്ക് എഴുതിയത് ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് S.N. സെൻ ആണ്. S.N. സെൻ ആണ് 1857 എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുള്ളത്. എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടിനി, എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടിനി, എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടിനി T.R. ഹോംലെസ് എന്ന് പറയും. T.R. ഹോൾമസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്ത് ചെയ്തിട്ടുള്ള എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടിനി എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുള്ളത്. ഒന്നുകൂടി ബുക്സ് നോക്കുക. ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വി ഡി സവർക്കർ. 1857 ദ ഗ്രേറ്റ് റെബലിയൻ അശോക് മെഹത്ത. ക്യൂൻ ഓഫ് ഝാൻസി നോവലാണ്, ബുക്കല്ല ഇത്, എഴുതിയത് മഹാശ്വേത ദേവി. ദ സിപ്പോയ് മ്യൂട്ടിനി ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857 എഴുതിയത് R.C. മജുംദാർ. 1857 എഴുതിയ S.N. സെൻ. എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടിനി, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടിനി എഴുതിയത് T.R. ഹോൾമസ് എന്നുള്ള വ്യക്തിയാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ബേസിൽ വന്ന കുറച്ച് സിനിമകൾ ഏതാന്ന് വെച്ചാൽ മംഗൾ പാണ്ഡെയുടെ ജീവിത കഥ പറയുന്ന സിനിമ ഉണ്ട്, മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്. പല സെൻട്രൽ ഗവൺമെന്റ് സ്കൂൾസിലും എന്താണ് പൊതുവെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെയാണ് നമ്മൾ പ്രൈമറി സെക്ഷൻ കഴിഞ്ഞിട്ട് എന്താണ് ഹയർ സെക്കൻഡറി വരുന്നത്. 10ാം ക്ലാസ് വരെയൊക്കെ ഇപ്പൊ മാറ്റിയിട്ടുണ്ട്, പണ്ട് 8ാം ക്ലാസ് വരെ ആയിരുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടമൊക്കെ സെൻട്രൽ ഗവൺമെന്റ് സ്കൂൾസിൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനെ ഇടാറില്ല. സെൻട്രൽ ഗവൺമെന്റ് സ്കൂൾസിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമൊക്കെ നാഷണൽ ഫിലിംസ് ഇതേപോലെ ഭഗത് സിംഗിന്റെ ജീവിതകഥ പരമായിരുന്ന ഗാന്ധിജിയുടെ ജീവിതകഥ, 1857, മംഗൾ പാണ്ഡെ, ഇങ്ങനത്തെ ആൾക്കാർ പേരിലുള്ള സിനിമകൾ എന്തായിരുന്നു ഇട്ട് കാണിക്കുന്നു. അതിൽ വളരെ ഫേമസ് സിനിമയാണ് മംഗൾ പാണ്ഡെ ദ നാഷണൽ റൈസിംഗ് എന്ന് പറയുന്ന ഫിലിം.
ഈ ഒരു മംഗൾ പാണ്ഡെയുടെ ജീവിതകഥ പറയുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ ഡയറക്ട് ചെയ്തത് ആരെന്ന് വെച്ചാൽ കേതൻ മെഹത്തയാണ്. ഇതിന്റെ ഡയറക്ടറായിരുന്നു കേതൻ മെഹത്ത എന്ന് പറഞ്ഞ വ്യക്തി. ഇതിൽ മംഗൾ പാണ്ഡെ റോൾ ചെയ്തത് അമീർ ഖാനും. മംഗൾ പാണ്ഡെ റോൾ ചെയ്തത് അമീർ ഖാൻ. എന്നാൽ 1857 എന്ന് പറയുന്ന കഥയെ കുറിച്ച് പറയുന്ന കംപ്ലീറ്റ് പറയുന്ന ഒരു സിനിമ ഉണ്ട്. ദാറ്റ് ഈസ് സത്തരഞ്ച് കെ ഖിലാറി എന്ന് പറയും. സത്തരഞ്ച് കെ ഖിലാറി എന്ന് പറയുന്ന ഫിലിമിൽ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞ ഈ കഥ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. 1857 ഈ ശത്രഞ്ച് കെ ഖിലാറി എന്ന് പറയുന്ന സിനിമ ഉണ്ട്. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ആ കഥ, എൻഫീൽഡ് റൈഫിൾ വരുന്നതും ഇന്ത്യക്കാരെ പ്രതിരോധിക്കുന്നതും എല്ലാം കാണാൻ പറ്റും. ശത്രഞ്ച് കെ ഖിലാറി എന്ന് പറയുന്ന സിനിമ ഉണ്ടാവും. ഫിലിംസ് വളരെ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ്. പണ്ടത്തെ നാഷണൽ ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ എന്താണ് ഒരുപാട് ഫിലിംസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ മണികർണിക നമ്മൾ പറഞ്ഞു, ഈ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്ന റീസെന്റ് ഫിലിമാണ് മണികർണിക. ആരുടെ ജീവിതകഥ പറയുന്ന റാണി ലക്ഷ്മിഭായിയുടെ. മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, മംഗൾ പാണ്ഡെയുടെ ഈ കംപ്ലീറ്റ് കഥ 1857 ശത്രഞ്ച് കെ ഖിലാരി എന്ന് പറയുന്ന ബുക്കില് സിനിമയിൽ എന്താണ് ഇവിടെ കംപ്ലീറ്റ് ലൈഫ് ഹിസ്റ്ററി പറയുന്നുണ്ട്. അടുത്ത നോക്കുക, ഇനിയാണ് നമ്മൾ പഠിക്കേണ്ടത് ക്യൂൻസ് പ്രൊക്ലമേഷൻ ഓഫ് 1858 എന്ന് പറയും. ക്യൂൻസ് പ്രൊക്ലമേഷൻ ഓഫ് 1858. അതിനു മുമ്പ് നോക്കുക, 1857 റിവോൾട്ട് നടന്നത്. 1857 മെയ് 10 ഈ റിവോൾട്ട് നടക്കുന്നു. ഈ റിവോൾട്ട് കുറെ കാലം മുമ്പിലോട്ട് പോകുന്നു. ഏകദേശം അടിച്ചമർത്തുന്നത് ഇറ്റ് ഗോട്ട് സപ്രസ്ഡ് ഇൻ 1859. ഏകദേശം ഒരു 2 വർഷത്തോളം എന്താണ് സമയമെടുത്താണ് കംപ്ലീറ്റ് ആൾക്കാരെ പിടിച്ച് നിർത്താൻ പറ്റും. ലാസ്റ്റ് താന്ത്യ തോപ്പിയെ വരെ പിടിച്ചടക്കുമ്പോൾ മാത്രമേ എന്താണ് റിവോൾട്ട് നിന്നെന്ന് പറയുന്നത്. പക്ഷെ 1857 റിവോൾട്ട് തുടങ്ങിയതിനു ശേഷം ഇത് ബ്രിട്ടീഷ് രാജകുടുംബം അറിയുന്നു, ബ്രിട്ടീഷ് പാർലമെന്റ് അറിയുന്നു. അവരൊരു തീരുമാനം എടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈ റിവോൾട്ട് എന്നാണ് ഒരു കൈവിട്ട കളിയായിരുന്നു. ഒരു പക്ഷെ ഇന്ത്യക്കാർ എന്ത് ചെയ്ത് ബ്രിട്ടീഷുകാരെ അടിച്ചു വീഴ്ത്തി. അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷ് രാജകുടുംബവും ബ്രിട്ടീഷ് പാർലമെന്റും അല്ല ഇന്ത്യയിൽ നിന്ന് ഭരിക്കുന്നത്. ഇവിടെ ഭരിക്കുന്നത് ആരാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഭരിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ നിന്ന് ഭരിക്കുന്നത്. സപ്പോസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടിച്ച് പൂർണ്ണമായിട്ട് ഇവിടെ വീഴ്ത്തിയതിനു ശേഷം ഇവിടെ ഉള്ള ഇന്ത്യക്കാർ ഇവിടെ നിന്ന് ഭരിച്ചിരുന്നെങ്കിൽ, ഇവിടെ കംപ്ലീറ്റ് റൂൾ വന്നിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു കയറി വരാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയത്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? റാണിയുടെ ഉടനെ ഒരു ലെറ്റർ വരുന്നു, ക്യൂൻസ് പ്രൊക്ലമേഷൻ വരുന്നു. റാണിയുടെ സ്റ്റേറ്റ്മെന്റ് വരെയാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് റാണി എല്ലാവരും കൂടി എടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, കമ്പനി ഇനി ഇന്ത്യക്കകത്ത് വേണ്ട. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇനി ഇന്ത്യക്കകത്ത് വേണ്ട, ഇനി ഒരു കച്ചവടക്കാരും ഇവിടെ വേണ്ട. ഇന്ത്യ എന്ന് പറഞ്ഞ ഈ രാജ്യം ഇവിടുന്ന് കുറെ ഇനി നേടാനുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് കുറെ നേടി. ഇനി കുറെ എന്താണ് പണവും സ്വർണവും അങ്ങനെ എല്ലാം ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചൊക്കെ നമുക്ക് കുറെ പൈസ നേടാനുണ്ട്. ഇനി കമ്പനി ഇവിടെ നിൽക്കേണ്ട, കമ്പനി തിരിച്ചങ്ങ് ഇംഗ്ലണ്ടിലോട്ട് വന്നു. ഇനി ഇവിടെ ആര് ഡയറക്റ്റ് ഭരിക്കാൻ പോവാണ്? ഇനി ഡയറക്റ്റ് റാണിയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥലമായി മാറുകയാണ്. ഒരു പൂർണ്ണമായിട്ട് ഒരു ബ്രിട്ടന്റെ കോളനിയായി മാറാൻ പോവുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലം. ഇനി കമ്പനി നിന്ന് ഭരിക്കേണ്ട, ഇനി ഗവൺമെന്റിനും റാണിക്കും നിന്ന് ഭരിക്കുകയാണ്. ഇനി നമ്മൾ ഡയറക്റ്റ് ഇവിടുന്ന് പൈസ എടുത്തോളാം, നിങ്ങൾ പൈസ അയച്ചു തരുന്ന വേണ്ട, നിങ്ങളെ എന്താണ് നമ്മൾ തന്നെ ഡയറക്റ്റ് പൈസ ഇങ്ങ് എടുക്കുകയാണ്, കമ്പനി വേണ്ട, ഇന്ത്യക്കാരൻ ഡയറക്റ്റ് ഇങ്ങ് എടുത്തോളാം. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ക്യൂൻസ് പ്രൊക്ലമേഷൻ ഓഫ് 1858 പ്രകാരം പറയുന്നത്. ഈ ക്യൂൻസ് പ്രൊക്ലമേഷനിൽ ഒരുപാട് കാര്യങ്ങൾ വരും. ആദ്യം തന്നെ ഈ നിയമത്തിന് അറിയപ്പെടുന്നത് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ പീപ്പിൾ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. എന്താണ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ പീപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന എന്താണ്? ലോകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് നിയമം. ഈ പൊളിറ്റി എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് നിയമത്തിന് നമ്മൾ മാഗ്ന കാർട്ട എന്നാണ് അറിയപ്പെടുന്നത്. പൊളിറ്റി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്ന കാർട്ടയെ നമ്മൾ വിളിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് നിയമമായ ഫണ്ടമെന്റൽ റൈറ്റിനെയാണ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. എന്നാൽ 1858 കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ അതുവരെ കണ്ടിട്ടുള്ള, ഇതിനു മുമ്പ് ഒരിക്കൽ ബ്രിട്ടീഷുകാർ ഒരുപാട് നിയമങ്ങൾ വരുന്നു. 1773 റെഗുലേറ്റിംഗ് ആക്ട് തൊട്ട് ഒരുപാട് നിയമങ്ങൾ ഇന്ത്യക്കകത്ത് വന്നെങ്കിൽ പോലും 1858 ക്യൂൻസ് പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നൊക്കെ അറിയപ്പെടും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു നിയമമാണ് മാഗ്ന കാർട്ട ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതിൽ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് നിയമം ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈ ക്യൂൻസ് പ്രൊക്ലമേഷൻ ഓഫ് 1858. ഇതിനെയാണ് മാഗ്ന കാർട്ട ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ എന്ന് വിളിച്ച നിയമം. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഇന്ത്യക്കകത്തുള്ള മാഗ്ന കാർട്ട ചോദിച്ചാൽ, ഇന്നത്തെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട ചോദിച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് നിയമം. എന്നാൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നിയമമാണ് ക്യൂൻസ് പ്രൊക്ലമേഷൻ. ബിക്കോസ് റാണിയുടെ ഭരണം വരെയാണ് ഇന്ത്യ പൂർണ്ണമായിട്ടും അടിമയായിരിക്കുകയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം. കമ്പനി എന്താണ് അങ്ങ് മാറ്റിയിരിക്കുകയാണ്.
ഇത് പ്രഖ്യാപിക്കുന്നത് ക്യൂൻ വിക്ടോറിയ, അന്നത്തെ റാണി ആരാന്ന് വെച്ചാൽ ക്യൂൻ വിക്ടോറിയ ആണ്. 1858 റാണി ഇംഗ്ലണ്ടിന്റെ ക്യൂൻ വിക്ടോറിയ പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യ പൂർണ്ണമായിട്ടും എന്റെ അണ്ടറിലാവുകയാണ്. ഈ നിയമത്തിന്റെ മറ്റൊരു പേരാണ് ആക്ട് ഓഫ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. എന്താണ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന്, അല്ലെങ്കിൽ ആക്ട് ഓഫ് ബെറ്റർ ഗവൺമെന്റ് എന്നും പറയും, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യ ആക്ട് 1858 എന്ന് അറിയപ്പെടും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്നും ആക്ട് ഓഫ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്ന് അറിയപ്പെടും. ഇതിലൂടെ അവർ ക്ലീൻ ആയിട്ട് വെച്ച പോളിസി എന്ന് വെച്ചാൽ ഇനി ഇന്ത്യക്കാർ യോജിക്കാൻ പാടില്ല. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ മെജോറിറ്റി സെന്റേഴ്സ് നിങ്ങൾ എടുത്തു നോക്കുക. നമ്മൾ നേരത്തെ കുറെ സെന്റേഴ്സ് പഠിച്ചു. ഈ സെന്റേഴ്സ് എല്ലാം പഠിക്കുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു മുസ്ലിമാണ് മൗലവി അഹമ്മദുള്ള, ഇവിടെ ഒരു ഹിന്ദു ആണ് ദേവി സിംഗ്, റാണി ലക്ഷ്മിഭായ്, കദം സിംഗ് ഹിന്ദു ആണ്. ഇതെവിടെ നോക്കുക, കൻവർ സിംഗ് ഹിന്ദു, നാനാ സാഹിബ്, ലിക്കത്ത് അലി ഖാൻ മുസ്ലിമാണ്, ഭക്ത് ഖാൻ, ബഹദൂർ ഷാ സെക്കൻഡ് മുസ്ലിമാണ്, മണിറാം ദത്ത ഹിന്ദു, ബേഗം ഹസരത് മഹൽ എന്താണ് മുസ്ലിം. അങ്ങനെ എന്ത് കാണാൻ പറ്റും നമുക്ക്? ഹിന്ദു മുസ്ലിംസ് തമ്മിൽ എന്താണ് ഒരുപാട് യോജിപ്പ് കാണാൻ പറ്റും. അപ്പൊ ബ്രിട്ടീഷുകാർ പ്ലാൻ ഇടുന്നു, ഇത് ഒരു ഡേഞ്ചർ ആണ്. ഇന്ത്യക്കാർ തമ്മിൽ എന്താണ് ഒരുപാട് ഡേഞ്ചർ, ഒരുപാട് യോജിപ്പ് പോലെയാണ്. പതുക്കെ നമ്മൾ ഇനി ഇപ്പൊ ഇന്ത്യയിൽ ഭരിക്കണമെങ്കിൽ ഇവരെ യൂണിറ്റ് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. നമുക്കിനി എന്ത് കൊണ്ടുവരണം? ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കൊണ്ടുവരണം. തമ്മിൽ ഭിന്നിച്ചിട്ട്, എപ്പോഴും ഇംഗ്ലണ്ടുകാർ ഭരിക്കുന്ന ലോകത്തെല്ലാം ഇങ്ങനെയാണ്. ആ രാജ്യത്ത് എന്താണ് ഇഷ്യൂസ് നോക്കും, അമേരിക്കൻസിന്റെ ഇടയിൽ ബ്ലാക്കും വൈറ്റും ഇഷ്യൂ തമ്മിൽ അടുപ്പിച്ച് ഭരിക്കും. അതുപോലെയാണ് ലോകത്തെ പലയിടത്തും ഒന്നാണ് ഇവർ ഭരിച്ചിട്ടുള്ളത്. ഇന്ത്യൻസിന്റെ ഇടയിൽ ബ്ലാക്കും വൈറ്റ്സും ആയിട്ട് എന്താണ് ഇവർക്ക് ചെയ്യാനില്ല. ഓൾമോസ്റ്റ് ഇന്ത്യയുടെ ടോണുള്ള എല്ലാ ആൾക്കാര് മെജോറിറ്റി കളർ എന്ന് പറയുന്ന ബ്രൗണിഷ് കളർ ആൾക്കാരാണ്. അതുകൊണ്ട് ആ കളർ ബേസിൽ നമ്മൾ ആരും അങ്ങനെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്താണ് കാണിക്കാൻ പോകുന്നില്ല. ആ ബേസിൽ ഇന്ത്യക്കാരെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം റിലീജിയൻ ആണ്. അതുകൊണ്ട് നമ്മളെ തമ്മിൽ അടുപ്പിച്ചിട്ട് എന്താണ് സഹോദരന്മാരായിട്ട് നിൽക്കുന്ന രണ്ട് റിലീജിയനിലുള്ള ആൾക്കാരെ, മെജോറിറ്റി റിലീജിയനിലുള്ള രണ്ടാൾക്കാരെ തമ്മിൽ അടുപ്പിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് ഭരിക്കാം. ഈ ഒരു ഐഡിയയാണ് ക്യൂൻസ് പ്രൊക്ലമേഷനിലൂടെ അവിടെ നിന്ന് വരുന്നത്. അങ്ങനെ ഈ നിയമം വായിക്കണം. ഈ നിയമം വായിക്കാനായിട്ട് അന്ന് ഇന്ത്യയുടെ, അതാണ് ഇന്ത്യയുടെ ഒറ്റ ദിവസത്തെ ക്യാപിറ്റൽ, ദ വൺ ഡേ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, വൺ ഡേ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഒരൊറ്റ ദിവസത്തേക്ക് ഇന്ത്യക്കകത്തുള്ള ഒരു സിറ്റിയാണ് അലഹബാദ് എന്ന് പറയും. ഈ അലഹബാദിനെ ഒരൊറ്റ ദിവസത്തേക്ക് ഇന്ത്യയുടെ തലസ്ഥാനമാക്കും. ബിക്കോസ് ഇത് വായിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, വായിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് നിയമമാണ് വായിക്കേണ്ടത്. നിയമത്തിന്റെ പേരാണ് ക്യൂൻസ് പ്രൊക്ലമേഷൻ. അപ്പോൾ വലിയ നിയമങ്ങളെല്ലാം എപ്പോഴും തലസ്ഥാനത്തിൽ വെച്ച് വായിക്കും. അന്ന് വരെ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയാണ്. പക്ഷെ കൽക്കട്ടയിലെ ഒരു റെവല്യൂഷന്റെ പാർട്ടായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. കൽക്കട്ടയിലോട്ട് ഇവർക്ക് പോകാൻ താല്പര്യമില്ല. ഇവര് ഫ്രഷ് ആയിട്ട് ഒരു സിറ്റി എടുത്തിട്ട് അതിനെ വൺ ഡേ, ഇന്ന് ഈ നിയമം വായിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊരു തലസ്ഥാനം ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 1 നവംബർ, ഈ ഡേറ്റ് ഒന്നും പഠിക്കണ്ട, 1 നവംബർ 1858 എന്ത് ചെയ്യുന്നു, ഇതിനെ വൺ ഡേ, ഇന്ന് ഒരു ദിവസത്തേക്ക് ഇന്ത്യയുടെ തലസ്ഥാനം ചോദിച്ചാൽ ദാറ്റ് ഈസ് അലഹബാദ് സിറ്റി എടുത്തു. അവിടെ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ നിയമം വായിക്കുന്നത്, ദാറ്റ് ഈസ് എ ക്യൂൻസ് പ്രൊക്ലമേഷൻ വായിക്കുന്നത്. അത് പ്രകാരമാണ് പറയുന്ന കമ്പനി എവിടുന്ന് മാറ്റുന്നു, റാണി ഇവിടെ എന്താണ് ഭരണത്തിൽ വരുന്നു എന്നെല്ലാം. ഇതിൽ ഒരുപാട് ക്ലോസസ് ഉണ്ട് ഇനി വരുന്നത്. അതെല്ലാം വായിച്ചത് ഈ അലഹബാദിൽ നിന്നിട്ടാണ് വായിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓർത്തു വയ്ക്കുന്ന ചിലപ്പം ചോദിക്കും, വൺ ഡേ ക്യാപിറ്റൽ ഓഫ്, ഒരൊറ്റ ദിവസത്തേക്ക് ഇന്ത്യയുടെ തലസ്ഥാനമായത് അലഹബാദ്. എന്തിനു വേണ്ടി? റാണിയുടെ ക്യൂൻസ് പ്രൊക്ലമേഷൻ വായിക്കാനായിട്ട്. അത് പ്രകാരം പറയുന്നു, അന്ന് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. 1857 റിവോൾട്ട് വരെ എന്താണ് അദ്ദേഹമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പോസ്റ്റ് ആയിരുന്നു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഈ പോസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മെഡീവൽ ഇന്ത്യയെ പഠിക്കും. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോസ്റ്റിന് എന്ത് ചെയ്യുന്നു, ടോട്ടലി എടുത്ത് മാറ്റുന്നു. മാറ്റിയതിനു ശേഷം പുതിയൊരു പോസ്റ്റ് വരുന്നു. ബിക്കോസ് ഇനി ഭരിക്കാൻ വന്ന കമ്പനിയല്ല, റാണിയാണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പോസ്റ്റ് മാറ്റിയിട്ട് ഏറ്റവും പുതിയ പോസ്റ്റാണ് വൈസ്രോയ്. ഈ വൈസ്രോയ് എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും ഇനി എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ നിന്ന് ഭരിക്കുന്ന ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ഒഫീഷ്യൽ, ഇന്ത്യയെ കാണാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ഒഫീഷ്യൽ വൈസ്രോയ്. ഇന്നത്തെ പ്രസിഡന്റിന്റെയും പ്രൈം മിനിസ്റ്റർ രണ്ടുപേരെയും പവറും കൂടി ഒരുമിച്ച് ഒരു വ്യക്തിയിലോട്ട് കൊണ്ടുവരുന്ന പവറാണ് ഈ വൈസ്രോയ്ക്ക് കിട്ടുന്ന പവർ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുമാത്രം പവർഫുൾ ഒരു വ്യക്തിയായിരിക്കും വൈസ്രോയ് എന്ന് പറയുന്നത്. ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പോസ്റ്റിനെ മാറ്റി. ആ മാറ്റിയ നിയമം ഏതെന്ന് വെച്ചാൽ ക്യൂൻസ് പ്രൊക്ലമേഷൻ. എന്നിട്ട് വന്ന പുതിയ പോസ്റ്റ് ഏതെന്ന് വെച്ചാൽ വൈസ്രോയ് ആണ്. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയ്. അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ പുതിയ വ്യക്തിയൊന്നും കണ്ടെത്താൻ പോകില്ല.
ആ വ്യക്തി കൊള്ളായിരുന്നു. കാനിങ് എന്നുള്ള വ്യക്തി ബ്രിട്ടീഷുകാർക്ക് നല്ലൊരു വ്യക്തിയായിരുന്നു. ഒരുപാട് നല്ല കാര്യം ബ്രിട്ടീഷുകാർക്ക് പലതും ചെയ്തു കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ സമയത്ത് 1857 റിവോൾട്ട് നടന്നതേ ഉള്ളൂ. അത് കമ്പനിയുടെ മോശം പ്രവർത്തനം കാരണമായിരിക്കും. പക്ഷെ കാനിങ്ങിന്റെ കയ്യിൽ നോക്കിയപ്പോൾ ഒരു കംപ്ലൈന്റും ഇല്ല. അങ്ങനെ 1857 റിവോൾട്ട് നടന്നപ്പോൾ നമ്മൾ പഠിച്ചു ആരായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായെന്ന് വെച്ചാൽ ദാറ്റ് വാസ് കാനിങ്. ഇവർ നോക്കിയപ്പോൾ കാനിങ് എഫിഷ്യന്റ് ആണ് അവർക്ക് വേണ്ടി. എന്ത് ചെയ്തു? കാനിങ്ങിനെ മാറ്റാൻ പോയില്ല. കാനിങ്ങിനെ അവിടെ തന്നെ നിർത്തിയിട്ട് കാനിങ്ങിന്റെ പദവി മാത്രം മാറ്റി. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പോസ്റ്റ് അല്ല താങ്കൾ ഇനി വർക്ക് ചെയ്യേണ്ടത്, യു ഷുഡ് വർക്ക് ആസ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. അങ്ങനെ ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ചോദിച്ചോട്ടെ, ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയ് ചോദിച്ചോട്ടെ, ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ലോർഡ് കാനിങ്. ദ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ലോർഡ് കാനിങ്, ദ ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ ലോർഡ് കാനിങ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആ പോസ്റ്റ് മാറ്റി, പക്ഷെ വ്യക്തിയെ മാത്രം മാറ്റിയിട്ടില്ല. ഇനി ദ റൂൾ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കെയിം ടു ആൻ എൻഡ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു അവസാനം, ഇനി കമ്പനി ഇന്ത്യക്ക് അത് ഭരിക്കുന്നില്ല. അതുപോലെ ബഹദൂർ ഷാ സെക്കൻഡ് മരിക്കുകയും ബഹദൂർ ഷാ സെക്കൻഡിന്റെ 2 മക്കളും കൂടി ആൺമക്കളും കൂടി മരിച്ചതിന് ശേഷം എന്താണ് മുഗൾ റൂളിന് ഒരു അവസാനമാണ്. ഇന്ത്യക്കകത്ത് ഇനിയും നേരത്തെ ഭരിച്ച ആരുമില്ല, കമ്പനി ഇല്ല, മുഗൾ റൂൾ ആരുമില്ല, മുഗൾസും കംപ്ലീറ്റ് തീർന്നു. ഇനി ഇവിടെ ഭരിക്കുന്നത് പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ്. ഇന്ത്യ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് അടിമയാവാനാണ് പോകുന്നത്. എന്നിട്ട് എന്തു ചെയ്തു? ഇന്ത്യൻ രാജാക്കന്മാരെല്ലാം ആരൊക്കെ അഗെയിൻസ്റ്റ് തിരിഞ്ഞിരുന്നു? മിക്ക രാജാക്കന്മാരും ബ്രിട്ടീഷ് ഗവൺമെന്റ് അഗെയിൻസ്റ്റ് തിരിഞ്ഞു. അവര് നോക്കിയപ്പോഴത്തേക്ക് എന്താണ്, ഒരു കാലത്ത് വെറുതെ ടാക്സ് മറിച്ച് ബ്രിട്ടീഷുകാർ പറയുന്ന മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ബ്രിട്ടീഷുകാർ എന്താണ് പെൻഷൻസ് കൊടുത്തിരുന്നു. ആരൊക്കെ വെച്ചാൽ രാജകുടുംബത്തിലെ പണ്ടത്തെ ബ്രിട്ടീഷ് ഭരണ കമ്പനി വന്ന് ഒരേ സ്ഥലം ഇങ്ങനെയാണ് ഭരിച്ചെന്നാണ്. കുറച്ച് സ്ഥലം തിരുവിതാംകൂർ രാജാവ് എന്നാണ് യുദ്ധത്തിന് പോകില്ല, അല്ല യുദ്ധത്തിന് പോകുന്ന ഏതെങ്കിലും രാജാവിനെ കൊന്നുകളെ, അത് പേടിച്ച് മറ്റു രാജാക്കന്മാർ ആരും ബ്രിട്ടീഷിന്റെ അടുത്ത് നിന്നാണ് യുദ്ധത്തിന് പോകുന്നത്. അങ്ങനെ അവർക്ക് എന്താണ്, അവരുടെ സ്ഥലമെല്ലാം ആരുടെ അണ്ടറിൽ വരും? ഈ രാജാവ് തന്നെ പറഞ്ഞു കൊടുക്കുക, എന്റെ സ്ഥലം താങ്കൾക്ക് സ്വന്തം, ഞാൻ കറക്റ്റ് ആയിട്ട് ഇത്ര ടാക്സ് താങ്കൾക്ക് അടച്ചോളാം, പക്ഷെ എന്നെ ആക്രമിക്കാൻ വരാൻ പാടില്ല. ബ്രിട്ടീഷുകാർ പറയും ഓക്കെ, താങ്കൾ ആക്രമിക്കാൻ വരുന്നില്ല, താങ്കൾ ഇവിടെ രാജാവായിട്ട് ഇരുന്നോളാം പറയും. അങ്ങനെ നിന്നപ്പോ എന്താണ്, പല രാജാക്കന്മാരും ഇങ്ങനെ നിന്നപ്പോഴാണ് ഇവർക്ക് പെൻഷൻസ് ഒക്കെ കൊടുക്കുമെന്ന്. അതിന് ഇത്രയും ടാക്സ് അടക്കല് കുറച്ച് പെൻഷൻ, മാസ പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എമൗണ്ട് കൊടുക്കുമെന്ന്. അതിനെയൊക്കെ കമ്പനി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ആ പെൻഷൻ എല്ലാം നിർത്തലാക്കി. പല രാജാക്കന്മാരുടെ സ്ഥലം ഈ ഡോക്ടറേറ്റ് ഓഫ് ലാബ്സ് പ്രകാരം എന്താണ് ഇവർ സ്വന്തമാക്കി. താങ്കൾക്ക് സ്വന്തമായിട്ട് മകനോ മകളോ ഇല്ലല്ലോ, അപ്പൊ താങ്കൾ ഇനി ഇവിടെ നിന്ന് ഭരിക്കേണ്ട, ഈ സ്ഥലം നമുക്ക് സ്വന്തം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രിട്ടീഷുകാർ പലതും സ്വന്തമാക്കി. അങ്ങനെ ഇതെല്ലാം സ്വന്തമാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു, ദാറ്റ് ഈസ് ഡോക്ടറൈൻ ഓഫ് ലാബ്സ് നിയമം. ആ നിയമത്തിലൂടെ എന്താണ് പല രാജാക്കളും ബ്രിട്ടീഷുകാരെന്താണ് അവർക്ക് ഇഷ്ടമല്ല എന്ന് വെറുത്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ക്യൂൻസ് പ്രൊക്ലമേഷൻ വന്നപ്പോൾ ഏത് നിയമത്തിന് എടുത്തു കളഞ്ഞു എന്ന് വെച്ചാൽ രാജാക്കന്മാരെ പിണക്കിയ ഒരു നിയമം ഉണ്ടായിരുന്നു, ഡോക്ടറൈൻ ഓഫ് ലാബ്സ്. ഒരു സമയത്ത് അടിമകളായിട്ട് വെറുതെ ടാക്സ് അടച്ചു പോകുന്ന രാജാക്കന്മാർ കയറി യുദ്ധത്തിനൊന്നും, നാനാസാഹിബ് യുദ്ധത്തിനൊന്നും, പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ബ്രിട്ടീഷുകാര, അദ്ദേഹം യുദ്ധത്തിന് ഇറങ്ങി. റാണി ലക്ഷ്മിബായി യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ബേഗം ഹസ്രത് മഹൽ യുദ്ധത്തിന് ഇറങ്ങി. അതെന്തുകൊണ്ടാണ് ഈ ഡോക്ടറിൻ ഓഫ് ലാബ്സ് ആണ്, അല്ലെങ്കിൽ ഇവരാരും ഒന്നാണ് യുദ്ധത്തിന് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഡോക്ടറിൻ ഓഫ് ലാബ്സ് നിയമത്തിന് എന്ത് ചെയ്തു? എടുത്ത് കളഞ്ഞു. അങ്ങനെ അവരെടുത്ത് കളഞ്ഞ നിയമം ഡോക്ടറിൻ ഓഫ് ലാബ്സിനെയാണ്. ഏത് വർഷമാണ് എടുത്ത് കളയുന്നത്? 1859 എടുത്ത് കളയും. വരുന്ന നിയമം 1848 വരുന്നത്. ഇതൊന്നും കേരളത്തിലൊന്നും അങ്ങനെ അഫക്ട് ചെയ്തിട്ടില്ല. ഇത് കേരളത്തില് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് വളരെ കുറച്ച് കോൺട്രിബ്യൂഷൻസേ ഉള്ളൂ. ഇനി ഇവരൊരു പുതിയ പോസ്റ്റ് കൊണ്ടുവന്നു. ആ പുതിയ പോസ്റ്റ് ആണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുതിയ പോസ്റ്റ് വന്നു. എന്താണ് ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തില് കൺട്രോൾ ചെയ്യും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ഒഫീഷ്യലായിട്ട് ഇവിടെ ആരുണ്ട്? വൈസ്രോയ് ഉണ്ട്. ഈ പണ്ട് പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ബ്രിട്ടീഷ് കമ്പനിയുടെ ഗവർണർ ജനറൽ ആണ് ഇരുന്നത്. അത് മാറ്റി വൈസ്രോയ് എന്ന്. വൈസ്രോ ആര് അണ്ടറിൽ വർക്ക് ചെയ്യണം? ബ്രിട്ടീഷ് ഗവൺമെന്റ് അണ്ടറിൽ വർക്ക് ചെയ്യണം. എന്നാൽ ഈ വൈസ്രോ ഇനി തന്നിഷ്ടം കാണിക്കാൻ പാടില്ല. നേരത്തെ കമ്പനി എന്താണ് സ്വന്തം ഇഷ്ടത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ റെവല്യൂഷൻ വന്നത്. ഇനി വൈസ്രോ ഒരിക്കലും ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പാടില്ല. ഇദ്ദേഹത്തിന് കുറെ ഡയറക്ഷൻസ് കൊടുക്കും. അത് പ്രകാരം മാത്രമേ ഇദ്ദേഹം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി എന്നെ കാര്യം ചെയ്യണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയും, അതുപോലെ അങ്ങ് വൈസ്രോയ് ചെയ്തോണം. അതാണ് വൈസ്രോയുടെ ജോലി. അങ്ങനെ ഇദ്ദേഹത്തിന്റെ മുകളിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്നു. ആ ഉദ്യോഗസ്ഥന്റെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പോസ്റ്റ് വന്നു. പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എവിടെ നിന്നാണ് വർക്ക് ചെയ്തത്? വൈസ്രോയുടെ മുകളിലുള്ള പോസ്റ്റാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. എവിടെ നിന്ന് വർക്ക് ചെയ്തു? ഇന്ത്യയിൽ നിന്ന് വർക്ക് ചെയ്തോ അതോ ബ്രിട്ടനിൽ നിന്ന് വർക്ക് ചെയ്തോ? എന്നാൽ കറക്റ്റ് ഉത്തരം ഏതെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇരുന്നിട്ടാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നുള്ള വ്യക്തി വർക്ക് ചെയ്തത്. ഇവിടെയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇരുന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വർക്ക് ചെയ്യും. അപ്പൊ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് എന്താണ് ബ്രിട്ടീഷ് പാർലമെന്റ് പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും.
അങ്ങനെ ബ്രിട്ടനിൽ നിന്നാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നത്. ആര് പറഞ്ഞ് കേട്ട് വർക്ക് ചെയ്യും? ബ്രിട്ടീഷ് പാർലമെന്റ് കേട്ട് വർക്ക് ചെയ്യും. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് ഒറ്റ ജോലിയേ ഉള്ളൂ, വൈസ്രോയ്ക്ക് എന്തൊക്കെ ജോലി കൊടുക്കണം എന്ന് പറയുന്ന വ്യക്തിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. വൈസ്രോയ് ഇന്ന കാര്യങ്ങൾ എന്താണ് ചെയ്യണം. വൈസ്രോയ് ഇന്ത്യയിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരെ അറിയിച്ചാൽ മതി? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ അറിയിച്ചാൽ മതി, അല്ലാതെ ഡയറക്ടറി റാണി ഒന്നും അറിയിക്കേണ്ട ആവശ്യമില്ല. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് എന്താണ് പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറഞ്ഞു കൊടുക്കും, ഇന്ന രീതിയിൽ ചെയ്തോളാന്ന് പറയും. എല്ലാ തീരുമാനങ്ങളും ഫുൾ പവർ ആരെ കൊടുത്തു? ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് കൊടുത്തു. ഒരുപാട് പവർഫുൾ വ്യക്തിയാണ്. അതിലും അതേപോലെ തന്നെ ഈക്വലി പവർഫുൾ ഇന്ത്യയിൽ ആരാണ്? വൈസ്രോയ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ വൈസ്രോയ് ആണ്. വൈസ്രോയ് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും വലിയ തീരുമാനം എടുക്കണമെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ കൂടെ പറയും. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എവിടെ നിന്ന് വർക്ക് ചെയ്തിട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇന്ത്യയിൽ വന്നിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു പോസ്റ്റ് അല്ല ബ്രിട്ടനിൽ നിന്ന്. ഇന്ത്യയിൽ കാണാൻ പറ്റുന്ന ഹയസ്റ്റ് ഒഫീഷ്യൽ ആരെന്ന് വെച്ചാൽ വൈസ്രോയ് തന്നെ. എന്നാൽ വൈസ്രോയിൽ നിന്ന് ഹയസ്റ്റ് പോസ്റ്റ് ആണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അതിന്റെ മുകളിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ് ഈ പറയുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അങ്ങനെ ഇന്ത്യയുടെ ആദ്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ വ്യക്തിയാണ് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി എന്ന് പറയും. ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് 1858 ക്യൂൻസ് പ്രൊക്ലമേഷന് ശേഷമാണ് ഈ പുതിയൊരു പോസ്റ്റ് വരുന്നത്. അതിനു മുമ്പ് എന്തായിരുന്നു? ഇന്ത്യക്ക് മുമ്പ് കമ്പനിയുണ്ട്. കമ്പനി സ്വന്തം ഇഷ്ടപ്രകാരം ഭരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ഒക്കെ ഉള്ള കുറച്ച് പൈസ എന്താണ് ടാക്സ് കൊണ്ട് ബ്രിട്ടനിൽ അങ്ങ് അടച്ചുകൊണ്ടിരിക്കും, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല, ഓരോ കണക്ക് വൈസ്രോ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് പറയണം. അങ്ങനെ ആ പറയുന്ന ആരടുത്താണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അങ്ങനെ ഇന്ത്യയുടെ ആദ്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി എന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി ആദ്യത്തെ ഏറ്റവും കൂടുതൽ കാലം ലോങ്സ്റ്റ് സെർവ്ഡ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, ഏറ്റവും കൂടുതൽ കാലം ആ പോസ്റ്റിൽ ഇരുന്ന വ്യക്തിയാണ് ജോർജ് ഹാമിൽട്ടൺ എന്ന് പറയും. ജോർജ് ഹാമിൽട്ടൺ ആണ് ഏറ്റവും കൂടുതൽ കാലം ഈ പോസ്റ്റിൽ ഇരുന്നിട്ടുള്ളത്. ഇനി ഏറ്റവും അവസാനത്തെ ഇന്ത്യ സ്വാതന്ത്ര്യ സമയത്ത് ലാസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വില്യം ഹാരെയാണ്. ഈ മൂന്ന് പേര് മാത്രം പഠിച്ചു വയ്ക്കാം. ഏറ്റവും ആദ്യം എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി, ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് ജോർജ് ഹാമിൽട്ടൺ, ഏറ്റവും അവസാനം ഇരുന്നത് വില്യം ഹാരെ എന്നത്. വില്യം ഹാരെ. ഇനി ഇന്ത്യ ഇപ്പം ഭരിക്കുന്നത് കമ്പനിയെല്ലാം ആരാണ്? ബ്രിട്ടീഷ് റാണിയുടെ അണ്ടറിലാണ് ഇന്ത്യൻ ഗവൺമെന്റ്. ഇന്ത്യ എന്നാണ് രാജ്യമുള്ളത്. ഇന്ത്യ എന്ന് വിളിക്കൂല, എന്നെ ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. ഇനിയാണ് വരുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കണം. ഈ 1858 എന്നാണ് റിവോൾട്ട് പ്രൊക്ലമേഷൻ എല്ലാം വരുന്നു. അതിനുശേഷം കുറെ ചേഞ്ചസ് ഇന്ത്യക്കകത്ത് വന്നിട്ട് ഇന്ത്യ പൂർണ്ണമായിട്ടും ആരുടെ അടിമാവുന്നു? ബ്രിട്ടീഷിന്റെ അടിമയായിട്ട് ഇവിടെ വരെയാണ്. ഇതിനുശേഷം വേറെ സെറ്റ് ഓഫ് റെവല്യൂഷൻസ്, കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒരുപാട് റെവല്യൂഷൻസ് ഒക്കെ വരുന്നു. അതെല്ലാം നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന റെവല്യൂഷൻസ് എന്ന് പറയുമ്പോൾ 1857 നടന്ന ഇതാണ് നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ NCERT ബുക്കിലും SCERT ബുക്കിലും ഏത് സംസ്ഥാന ഗവൺമെന്റ് ബുക്കിലെല്ലാം ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പഠിക്കുന്നു. ഈ നമ്മൾ പഠിച്ച ചരിത്രം ഇതെല്ലാം വരുന്നത്. എന്നാൽ ഇതല്ല, ഇതിനു മുമ്പേയും ഒരു റെവല്യൂഷൻ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 3 സംസ്ഥാനങ്ങൾ എന്താണ് മുമ്പിട്ട് വന്നിട്ട് പറയുന്നു ഇതല്ല, ഇത് മുമ്പേ റെവല്യൂഷൻ നടന്നിട്ടുണ്ടെന്ന്. അതിനാദ്യമായിട്ട് വന്നത് ഏതെന്ന് വെച്ചാൽ ഒഡീഷ ഗവൺമെന്റ് വരുന്നു. ഒഡീഷ ഗവൺമെന്റ് പറഞ്ഞത് 1857 കാട്ടി നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1817 1817 നടന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് പൈഗ റെബലിയൻ എന്ന് പറയും. പൈഗ റെബലിയൻ ഇത് നടന്നിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, കാട്ടുവാസികൾ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ചേരാൻ പറ്റാതെ എന്താണ് അവരെ ആക്രമിക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതാണ് പൈഗ റെബലിയൻ. ഉടനെ തമിഴ്നാട് ഗവൺമെന്റ് വന്നു. തമിഴ്നാട് ഗവൺമെന്റ് പറഞ്ഞു ഇല്ല, പൈകയെക്കാട്ടി മുമ്പ് നമ്മളെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ 1806 1806 നടന്നിട്ടുണ്ട് വെല്ലൂർ മ്യൂട്ടിനി. തമിഴ്നാടിന്റെ വെല്ലൂർ എന്നുള്ള സ്ഥലത്ത് വെച്ച് നടന്ന പട്ടാളക്കാർ ബ്രിട്ടീഷുകാരെ തന്നെ ആക്രമിക്കുന്നു. ഇന്ത്യൻ പട്ടാളക്കാർ യൂണിഫോമുമായിട്ട് വരുന്ന തർക്കത്തിൽ ആക്രമിച്ചെന്താണ്, അതാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആദ്യം. 1857 അല്ല, പൈകയല്ല, വെല്ലൂർ മ്യൂട്ടിനിയാണെന്ന് ആര് പറഞ്ഞു? തമിഴ്നാട് ഗവൺമെന്റ്. ഉടനെ ഇതെല്ലാം കണ്ടുവന്നിരിക്കുന്ന കേരള ഗവൺമെന്റ് എന്ന് പറയുന്നു ഇല്ല, ഇതിനെക്കാട്ടിയൊക്കെ മുമ്പ് 1721 ആറ്റിങ്ങൽ റിവോൾട്ട് നടന്നിട്ടുണ്ട്. ആറ്റിങ്ങൽ റിവോൾട്ട്. ആറ്റിങ്ങൽ റാണിക്ക് എന്താണ് ഗിഫ്റ്റ് കൊടുക്കുകയായിരുന്നു. ബ്രിട്ടീഷ് രാജ കുടുംബത്തിൽ നിന്ന് പോർച്ചുഗീസുകാരൊക്കെ എന്ത് ചെയ്യുന്നു? ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. ആ ഗിഫ്റ്റ് കൊടുക്കുന്ന അങ്ങനെ പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുന്നു? കൊന്നുകളയുന്നു. ഇവിടുത്തെ 8 വീട്ടു പിള്ളമാരെന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരാണ് യൂഷ്വലി റാണി ഉണ്ടായിരുന്നു. ആറ്റിങ്ങൽ റാണിക്ക് എന്താണ് ഗിഫ്റ്റ് എല്ലാ വർഷം തോറും ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞു ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് റാണി എന്താണ് ഇവർക്ക് കുറച്ച് കൂടുതൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. പോർച്ചുഗീസുകാർ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ കാരണം ഇവരെ വർഷം തോറും വരുന്ന എന്താണ് വിദേശത്ത് നിന്ന് ഗിഫ്റ്റ് എന്താണ് റാണിയെ ആകർഷിപ്പിക്കുന്നു. അത് കാരണമാണ്
സമയത്താണ് റാണി എന്ത് ചെയ്യുന്നത്, ഒരുപാട് അനുമതി അഞ്ചുതെങ്ങ് കോട്ട ഇങ്ങനെയൊക്കെ പലതും കെട്ടാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനി തൊട്ട് ഈ ഗിഫ്റ്റ് ഇവരെ കൊടുക്കണ്ട. ബ്രിട്ടീഷുകാരെന്താണ് റാണിക്ക് ഗിഫ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ യൂറോപ്യൻസ്, ബ്രിട്ടീഷ് അല്ല പോർച്ചുഗീസുകാരാണ്, യൂറോപ്യൻസ് ഇനി എന്താണ് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അങ്ങനെ ഇവർ 1721 ഗിഫ്റ്റും കൊണ്ടുപോകും. അത് എല്ലാ വർഷവും കൊടുക്കും. 1721 എന്ന വർഷത്തിൽ കൊടുക്കാൻ പോകുമ്പോൾ 8 വീട്ടു പിള്ളമാരെന്താണ് ഇവരെ തടയും. ഓക്കെ, 8 വീട്ടിലുള്ള നായർ കുടുംബത്തിലുള്ളവരാണ് 8 വീട്ടു പിള്ളമാർ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ് അവരെന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യും, തടഞ്ഞിട്ട് പറയും നിങ്ങൾ കൊടുക്കണ്ടെന്ന് പറയും. അപ്പൊ അവര് പറയും ഇല്ല, നമ്മൾ കൊടുക്കേണ്ടതാണെന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി എന്താണ് തർക്കം വരുന്നു. ഈ കംപ്ലീറ്റ് പോർച്ചുഗീസുകാരെ എന്ത് ചെയ്യുന്നു, കൊന്നുകളയുന്നു. കേരളത്തിലുള്ള 8 വീട്ടു പിള്ളമാരെ കൊന്ന് ഒരു കൽക്കുളം എന്ന് പറയുന്ന കായൽ കൊണ്ടോ എല്ലാം താത്തിടുന്നു. ഒരുപാട് പിന്നെ എന്താണ് ഏകദേശം 145ഓളം പേരെയാണ് കൊല്ലുന്നത്. തലശ്ശേരിയിൽ നിന്ന് സ്പെഷ്യൽ പോലീസൊക്കെ വന്നിട്ടാണ് ഈ 8 വീട്ടു പിള്ളമാരെയും കൊന്ന് എല്ലാം ഒതുക്കിയൊക്കെ ചെയ്യുന്നു. കംപ്ലീറ്റ് ആ റെവല്യൂഷൻ എൻഡ് ചെയ്യുന്നു. അപ്പൊ കേരള ഗവൺമെന്റ് പറഞ്ഞു ഇതാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ റെവല്യൂഷൻ, അല്ലാതെ ഒഡീഷയുടെ പൈകയോ തമിഴ്നാടോ 1857 ഇന്ത്യയിൽ പറയുന്ന ഒന്നുമല്ല. പക്ഷെ ഇതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, റാണിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തർക്കമാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഇതിനെ ക്യാൻസൽ ചെയ്തു. ഇതെല്ലാം ഇന്ത്യയുടെ ഫസ്റ്റ് റെവല്യൂഷനായിട്ട് ഒരിക്കലും കേരളത്തിന്റെ റിവോൾട്ടിന് കൂട്ടാൻ പറ്റൂല. ഇതൊരിക്കലും ഒരു ബ്രിട്ടീഷോ പോർച്ചുഗീസോ യൂറോപ്യൻസോ ആരും അഗെയിൻസ്റ്റ് എന്താണ് ഇതിനു വേണ്ടി നടന്നിട്ടുള്ളതല്ല, ടാക്സിന്റെയോ ജനങ്ങൾക്ക് വേണ്ടി നടന്നിട്ടുള്ളതല്ല. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഗിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാം, അല്ലെ പട്ടാളത്തിൽ നടക്കുന്ന റെവല്യൂഷൻ ആയിട്ടൊന്നും ഇതിനെ കൂട്ടാൻ പറ്റൂല. അതുകൊണ്ട് കേരളത്തിന്റെ ഈ ഒരു ഓഫർ ഇതെന്താണ്, അവർക്ക് റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യുക. ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റ് അടുത്ത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഒഡീഷയുടെ പൈഗ റബലിനെ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ തമിഴ്നാടിന്റെ വെല്ലൂർ മുറ്റുണി എന്ത് അക്സെപ്റ്റ് ചെയ്യാം, 1857 റിവോൾട്ടിന് മുമ്പ് നടന്ന ഇന്ത്യൻ റെവല്യൂഷനായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇത് വന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് ഈ 2 റെവല്യൂഷനെ കുറിച്ച് പഠിച്ചു തന്നെയാണ്. അതിൽ ആദ്യം പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഗവൺമെന്റ് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പൈഗ റബലിയൻ. പൈഗ റബലിയൻ തുടങ്ങുന്നത് 1817 പൈഗ റബലിയൻ എന്ന റബലിയൻ തുടങ്ങുന്നത്. ഏത് സംസ്ഥാനം എന്ന് വെച്ചാൽ ഒഡീഷയിലാണ്. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ ഇവർ വാങ്ങിക്കുന്ന ഹ്യൂജ് ടാക്സിന്റെ അഗേൻസ്റ്റ് ആണ്, ഇവര് റവന്യൂ പോളിസി, ബ്രിട്ടീഷുകാരുടെ റവന്യൂ പോളിസിക്ക് അഗേൻസ്റ്റ് ആണ് 1817 തുടങ്ങുന്നത്. തുടങ്ങി വെക്കുന്നത് ജാർഖണ്ഡിലും ബീഹാറിന്റെയൊക്കെ പണ്ടത്തെ ബീഹാറിനെ മുറിച്ചാണ് ജാർഖണ്ഡ് എന്ന സംസ്ഥാനമൊക്കെ ഫോം ചെയ്യുന്നത്. കുറച്ച് ഒഡീഷ എന്നൊക്കെ എടുത്താണ് ഇത് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഒഡീഷ സംസ്ഥാനം അല്ലെങ്കിൽ ജാർഖണ്ഡ് പണ്ട് കാലത്ത് എല്ലാം ഒന്നി തന്നെയാണ്. ഇന്നാണെങ്കിൽ ഒഡീഷയാണ് പ്രോപ്പർ. അവിടെയുള്ള വ്യക്തിയാണ് ഭക്ഷി ജഗബന്ധു എന്ന്. ഭക്ഷി ജഗബന്ധു എന്ന് പറയുന്ന ഈ വ്യക്തി, ഇദ്ദേഹം ഒരു കാട്ടുവാസിയാണ്, ട്രൈബൽ വ്യക്തിയാണ് ഇദ്ദേഹമാണ് ഈ റവല്യൂഷൻ ഏറ്റവും മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഭക്ഷി ജഗബന്ധു എന്നുള്ള വ്യക്തിയാണ് ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത്. പൈഗ റബലിയന്റെ ലീഡർ ചോദിച്ചാൽ ഭക്ഷി ജഗബന്ധു. ഇദ്ദേഹത്തിന് വേണ്ടി ഇപ്പൊ ഒരു ഡേ ഒക്കെ കൊണ്ടുവന്നു. നമ്മൾ ഇമ്പോർട്ടന്റ് ഡേയ്സ് പഠിക്കുമ്പോൾ അവിടെ വീണ്ടും പറയുന്നതിനെ കുറിച്ച്. അപ്പൊ ഭക്ഷി ജഗബന്ധു ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു റവല്യൂഷൻ കൊണ്ടുവരുന്ന പൈഗ റബലിയൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, ആക്രമിക്കുന്നു. ഇവരുടെ മെയിൻ സെന്റർ ഏതെന്ന് വെച്ചാൽ കോർദ എന്ന് പറയുന്ന പ്ലേസ് ആയിരുന്നു ഇതിന്റെ മെയിൻ സെന്റർ. ഇവരുടെ റവല്യൂഷന്റെ മെയിൻ സെന്റർ കോർദ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിന്റെ മെയിൻ അടിയും എല്ലാം നടക്കുന്നത്. ലാസ്റ്റ് ബ്രിട്ടീഷുകാരിനെ സപ്രസ് ചെയ്യുന്നു, ബിക്കോസ് ഇവര് കാട്ടുവാസികളാണ്, വളരെ കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ, ആയുധങ്ങളില്ല, അമ്പ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്താണ് ഇവര് യുദ്ധം ചെയ്തിട്ടുള്ളത്. പക്ഷെ പേര് കേട്ട റവല്യൂഷൻ ആയിട്ട് മാറും. ബ്രിട്ടീഷുകാർ ഒരുപാട് പാടുപെട്ടിരുന്നു. ഇവന്തോ എല്ലാം അടിച്ചമർത്താൻ പറ്റുമെങ്കിലും ബ്രിട്ടീഷുകാർ കുറെ പാടുപെട്ട റവല്യൂഷനാണ് പൈഗ റവല്യൂഷൻ. 2017 1817 2017 ആയപ്പോൾ ഈ റവല്യൂഷന്റെ 200 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 200 വർഷം ഇന്ന് നോക്കിയാൽ 205 വർഷം കഴിഞ്ഞിരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ ചിലപ്പോൾ ഫസ്റ്റ് റവല്യൂഷൻ ആക്കാൻ ചാൻസ് ഉണ്ട്. പൈഗ റബലിയൻ ഏത് സംസ്ഥാനം? ഇന്നത്തെ ഒഡീഷ. ആരായിരുന്നു മെയിൻ ലീഡർ? അതാണ് ഏറ്റവും വലിയ ചോദ്യം ഇവിടുന്ന്. ഭക്ഷി ജഗബന്ധു. മെയിൻ സെന്റർ ദാറ്റ് ഈസ് കോർദ. എന്തിനു വേണ്ടി? ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ റവന്യൂ പോളിസിക്ക് അഗേൻസ്റ്റ്. വർഷം 1811. ഇത്രയും മാത്രം ഓർത്തു വെച്ചെന്നാണ്. എന്നാൽ അതല്ല എന്നതാണ് തമിഴ്നാട് ഗവൺമെന്റ് പറഞ്ഞത്. വെല്ലോർ മിറ്റുണിയാണെന്ന് പറഞ്ഞു. 1806 വന്നെയാണ്, 1806 വന്നെയാണ് വെല്ലോർ മിറ്റുണി എന്ന് പറഞ്ഞത്. ഈ വെല്ലോർ മിറ്റുണി എന്തിനു വേണ്ടി നടന്നതെന്ന് വെച്ചാൽ യൂണിഫോമിന് വേണ്ടിയിട്ടാണ്. എന്താണ് പട്ടാളക്കാരുടെ ഇടയിലുള്ള തമ്മിലുള്ള യൂണിഫോം തർക്കത്തിൽ ഇന്ത്യക്കാർക്ക് ഒരു യൂണിഫോം, ബ്രിട്ടീഷുകാർക്ക് ഒരു യൂണിഫോം, ആ യൂണിഫോം അക്സെപ്റ്റ് ചെയ്യുക, പെട്ടെന്ന് യൂണിഫോമിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നു. അത് ഇന്ത്യൻ പട്ടാളക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർ കുറെ പേരെ കൊന്നു. വെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം വളരെ ഫേമസ് ആണ്. വെല്ലൂർ മെഡിക്കൽ കോളേജ് എന്ന് കേട്ടിട്ടില്ല. ഏത് സംസ്ഥാനമാണ്? തമിഴ്നാടാണ്. ഇനി ഇതിന് വി ഡി സവർക്കർ, നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത് ആരാണ്? വി ഡി സവർക്കർ. അതിലൂടെ വി ഡി സവർക്കർ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സും ഫേമസ് ആയിട്ട് വരുന്ന പരീക്ഷയിൽ എടുത്തു ചോദിക്കും. വെല്ലൂർ മിറ്റുണി ഇദ്ദേഹം വിളിച്ചത് എന്തെന്ന് വെച്ചാൽ ദ പ്രിലൂഡ് ടു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ദ പ്രിലൂഡ് ടു ഫസ്റ്റ് വാർ ഓഫ്
ഇൻഡിപെൻഡൻസ്, ദ പ്രിലൂഡ് ടു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ദ റിഹേഴ്സൽ എന്ന് പറയപ്പെടും. ദ റിഹേഴ്സൽ ടു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് 1857 പ്രിലൂഡ് റിഹേഴ്സൽ പോലെ വന്നതാണ് ഈ വെല്ലൂർ മുറ്റിനി. ഇവിടെയും കണ്ട പട്ടാളക്കാരാണ് തർക്കം ചെയ്യുന്നത്. 1857 പട്ടാളക്കാർ തന്നെയാണ്. അപ്പോൾ പട്ടാളക്കാർക്ക് വേണ്ടി ഒരു ട്രയൽ അവർ നടത്തിയതാണ് വെല്ലൂർ മുറ്റിനി നടത്തി നോക്കിയത്. ബ്രിട്ടീഷുകാർ പോകണമെങ്കിൽ ഏതുവരെ പോവാൻ പറ്റും, അവരുമായിട്ട് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നടന്നതാണ് ഈ വെല്ലൂർ മുറ്റിനി എന്ന് ആര് പറയുന്നു? വി.ഡി. സവർക്കർ. രണ്ടും പട്ടാള തർക്കം എന്നാണ് അദ്ദേഹം അങ്ങനെ കമ്പയർ ചെയ്യും. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് റിവോൾട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, പഠിക്കുമ്പോൾ 1857 റിവോൾട്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇതുവരെ തിരുത്തിയിട്ടില്ല. അത് തിരുത്തി വരുമ്പോഴത്തേക്കും ഒരു സമയമാണ്. NCERT-യിൽ എല്ലാം മാറ്റി വരവ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. നിങ്ങളിപ്പോ 1857 നമ്മൾ പഠിച്ച ചരിത്രം പഠിച്ച എൻഫീൽഡ് റൈഫിൾ, ഗ്രീസ്ഡ് കാർട്രേജസ് വന്ന ആ പിഗും കൗവിന്റെ ഒക്കെ എന്താണ് സ്കിൻ ഉപയോഗിച്ച് വന്ന ആ ബുള്ളറ്റ്സിന്റെ കഥ അത് തന്നെ പഠിച്ചു നോക്കിയാൽ. എന്നാൽ ലിസ്റ്റിൽ വന്ന് നിൽക്കുന്ന രണ്ടെണ്ണമാണ് പൈകയും വെല്ലൂർ എന്ന് പറയണം. എന്നുകൂടി അറിഞ്ഞു വെച്ചിരിക്കുക. പരീക്ഷ രണ്ടും വന്നിട്ടും എടുത്ത് ഈ ഡേറ്റ് എല്ലാം ചോദിക്കാം. ഇത് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്സും ബുക്സും ഫിലിംസും വ്യക്തികളും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങനെ ബ്രിട്ടന്റെ റാണിയുടെ ഭരണം ഇന്ത്യക്കകത്ത് വന്നതിലൂടെ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇന്ത്യക്കാരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഇന്ത്യയിൽ ഒരു റവല്യൂഷൻ ഫേസ് തുടങ്ങാൻ പോകുന്നതൊക്കെയാണ് അടുത്ത വഴി. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതിന്റെ ഇവിടെ തീർത്തിട്ടുണ്ട്. 2 വീഡിയോ ആയിട്ടാണ് തീർത്തിട്ടുള്ളത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു. ഓക്കെ, താങ്ക് യു.